പോവല്ലേ. ഭവതിയുടെ മനസ്സിൽ എന്താണ് തിളച്ച് മറയണേന്ന് വെച്ചാ പറ. ഉള്ളത് പറയാലോ. ചേച്ചി ഇപ്പൊ വന്ന് അടുക്കളക്കകത്ത് കാല് കുത്തുന്നില്ല. ഇനി എങ്ങാനും രാവിലെ എന്റെ വല്ലപ്പോഴും അടുക്കളക്കകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 കൊച്ചോർത്താനം പറഞ്ഞ് ഫ്രിഡ്ജിൽ തുറന്ന് ഇങ്ങനെ മിഴിച്ചു നിൽക്കും. അതെന്തെങ്കിലും വാരിയെടുത്ത് കഴിക്കും. അങ്ങനെ പുറത്തിറങ്ങി പോകുന്നതാണ്. എന്തുവാ ചേച്ചി ഇത്? ഓ അങ്ങനെ. ഇയാള് പിന്നെ ചെന്നൈന്ന് വന്നിട്ട് നേരെ അടുക്കളയിലാണല്ലോ താമസം തുടങ്ങിയത്. ഞാൻ ചെന്നൈന്ന് പോയി വരുവാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ നിൽക്കുമല്ല. ഞാൻ പോയി വരുവാണ്, പഠിക്കുവാണ്. എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, തിരക്കുകളുണ്ട്. ചേച്ചി എന്തെടുക്കുക? വെറുതെ വീട്ടിൽ കുത്തിരിക്കുമല്ലേ? വെറുതെ വീട്ടിൽ കുത്തിരിക്കുമെന്നൊക്കെ തോന്നും. പക്ഷെ വെറുതെ വീട്ടിൽ കുത്തിരിക്കുമല്ലേ, ഇഷ്ടം പോലെ പണിയുണ്ട്. ഒരു പണി ഇല്ലാഞ്ഞിട്ട് ഇങ്ങനെ. ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അല്ല, പിടിപ്പത് പണി ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞേ ഉള്ളൂ. പൊന്നുമോളെ ആദ്യം ഒരു കാര്യം ചെയ്. എന്തായാലും അടുക്കളയിൽ കയറി വലിയ ശീലമൊന്നും ഇല്ലല്ലോ. വല്ലപ്പോഴൊക്കെ ഒരു നല്ല കട്ടൻ ചായ അതാദ്യം ചെന്നിട്ട്. നല്ല അന്നസുള്ള കട്ടൻ ചായ ഇടാനായിട്ട് ഈ ശിവാനിക്കറിയാം കേട്ടോ. അതെന്നെ പഠിപ്പിക്കല്ലേ. തിളച്ച വെള്ളത്തിൽ ചായപ്പൊടിയും പഞ്ചസാര ഇടാനല്ല പറഞ്ഞത്. നല്ല കട്ടൻ ചായ എന്ന് വെച്ചാ നല്ല കട്ടൻ ചായ. എന്താണ് രാവിലെ ഒരു കട്ടൻ ചായയുടെ പേര് പറഞ്ഞൊരു യുദ്ധം? അല്ല, ഞാൻ അടുക്കളയിൽ കയറുന്നില്ലെന്നേ. നിന്റെ അനിയത്തിയുടെ ഭാഗത്തു നിന്ന് ഒരു കംപ്ലൈന്റ് വന്നു, അതുകൊണ്ട് കംപ്ലൈന്റ് അല്ലേ, അത് ഫാക്ട് അല്ലേ? ഫാക്റ്റാ? ചേട്ടൻ വന്നല്ല അനിയത്തിനെ സപ്പോർട്ട് ചെയ്യാൻ, കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യടാ. എന്റെ പൊന്നു ചേച്ചി, എന്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞാൻ ഇതിന്റെ പേര് തല്ലുണ്ടാക്കാനൊന്നും നിൽക്കരുത് ഇവിടെ. അതിന് ആരിവിടെ തല്ലുണ്ടാക്കാൻ നിൽക്കുന്നത്? പൊന്നുമോള് അടുക്കളയിലോട്ട് പോകാൻ ഇറങ്ങിയതല്ലേ? വല്ലപ്പോഴും ഒന്ന് കേറി നോക്കുന്നാ. ഓ, എനിക്കിപ്പോ കയറാൻ സൗകര്യമില്ല. നമുക്കറിയാലോ. അവളെ എന്റെ ചേച്ചി അവൾ നോക്കിയോ? ചില സമയം അവൾ എന്റെ അടുത്തും ചെറിയ ഷോ ഒക്കെ കാണിക്കും. നമ്മളങ്ങ് വിടും. നമ്മളെങ്ങ് വിടും. എടാ, അവളൊന്ന് തറപ്പിച്ച് നോക്കിക്കഴിഞ്ഞാ നീ അവിടെ ഉള്ളൂല്ലോ. പിന്നെ മാഡം വന്നേ. എന്താ ചേച്ചി ഇത്രയും പേര് ഇവിടെ ഒന്ന് സംസാരിച്ചിട്ട് എന്ത് ഇടപെടാണ്ട് പോയത്? അല്ല, സാധാരണ എന്തെങ്കിലുമൊക്കെ വല്ല കൊസ്രാക്കൊള്ളി വർത്താനൊക്കെ പറഞ്ഞിട്ടാണോ പോവാറ്? ഒന്നുമില്ല ചേച്ചി. ഒന്നുമില്ല ചേച്ചിയാ? എന്താണ് മുഖത്തൊരു ചളിപ്പ്? എന്ത് ചളിപ്പ്? ചേച്ചിയെ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു കളത്തരൂല്ലേ? ജനിച്ചപ്പോഴേ ഉള്ളല്ലേ ചേച്ചിയില്ല ആദ്യം പറഞ്ഞത്? അതെ. അല്ല കേട്ടാ, ഇപ്പൊ കുറച്ചുകൂടെ ഒന്ന് കൂടിയിട്ടുണ്ട്. എന്താണ് മാറു കളത്തരം? ശിവചേച്ചി വന്നപ്പോ ശിവചേച്ചിയുടെ പുറത്ത് കുതിര കയറി. അപ്പൊ ഞാൻ വന്നപ്പോ എന്റെ പുറത്ത് കുതിര കയറാൻ വരുന്ന. കേറ് എന്നാ കേറ്. എന്നാ പിന്നെ കേറിട്ടുള്ളൂ. ഒരുമിച്ച് കേറാം. ഒന്ന് നേരത്തെ ഞാൻ പോണു. ഡയലോഗ് ഇറക്കാൻ കൊള്ളാം. കുതിര കയറാൻ പോയി. പക്ഷെ എന്തോ ഒരു കളത്തിലുണ്ട്, എന്തോ ഒരു കളത്തിലുണ്ട്. തോന്നണെങ്കിൽ ഇപ്പൊ ചേച്ചിയുടെ മോൻ കണ്ട എനിക്ക് തോന്നണില്ലേ? എന്തൊരു കഴിക്കാൻ വല്ല ഉണ്ടോ? ആനപ്പിണ്ടം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആനപ്പുണ്ടോ? എന്റെ ഒരു അളിയുണ്ട് ദുബായിൽ, കൊണ്ടുപോയി കൊടു തിന്നിട്ട്. പാക്ക് ചെയ്ത് തരട്ടെ? കൊണ്ടേ കൊടുക്കുവോ? അയ്യോ, പിന്നെ ഞാൻ കൊടുക്കായിരിക്കും. കൊണ്ടേ കൊടുക്കടാ. കൊടുക്ക നീ. ഞാൻ ഒരു കാര്യം 5-6 തന്നു വിടും. ഞാൻ പറയാം പ്രത്യേകം. ലക്ഷ്മിയെ കുഴിപ്പള്ളം പാക്ക് ചെയ്ത് തരാടാ. എന്താ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.